ഫ്രണ്ട്സ്, ലൈഫിൽ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണോ? ഒരു മാറ്റത്തിനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകയാണോ? അങ്ങനെയാണെങ്കിൽ വെറും 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് റീസെറ്റ് ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്താലോ? റിയാലിറ്റി എന്താണെന്നാൽ നിങ്ങൾ ബ്രോക്കൺ അല്ല, നിങ്ങളിൽ ടാലൻ്റ് ഇല്ലാഞ്ഞിട്ടുമല്ല, നേരെ മറിച്ച് ലൈഫിൽ നിങ്ങൾക്ക് തീരെ ഡിസിപ്ലിൻ ഇല്ല. ഇതാണ് നിങ്ങളുടെ ആക്ച്വൽ പ്രോബ്ലം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത 3 ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ റീസെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ആൻഡ് ഇത് പെർഫെക്റ്റ് ആയിട്ടല്ല, പവർഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു നിമിഷം നിങ്ങളുടെ ചുറ്റിനും ഒന്ന് നോക്കി നോക്കൂ. എൻഡ്ലെസ് സ്ക്രോളിംഗ്, ലേറ്റ് നൈറ്റ് ഡോപാമിൻ, സീറോ ഫോക്കസ്, ഇതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കുക. വലിയ ഡ്രീംസൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, ബട്ട് ഒന്നും നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഇതാണ് ഇന്നത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അവരിൽ ശരിയായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, ബട്ട് അവരിൽ ഇല്ലാത്തത് ഈ ഒരൊറ്റ കാര്യമാണ്, കൺട്രോൾ. ഇതിൽ തന്നെ വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും, ബട്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം മൈൻഡൊന്ന് ഓക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ബട്ട് ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരിക്കലും എല്ലാം ഓക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആദ്യം ക്ലാരിറ്റി ലഭിക്കട്ടെ എന്നിട്ട് ആക്ഷൻ എടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ആക്ച്വലി ആക്ഷൻ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ മുഴുവൻ ലൈഫും ഒറ്റയടിക്ക് ഫിക്സ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക. ഫസ്റ്റ്, നിങ്ങളുടെ ആദ്യത്തെ 3 ദിവസം നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. ഡേ 1, കട്ട് ദ നോയ്സ്. ആദ്യത്തെ 24 മണിക്കൂർ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കട്ട് ചെയ്യുക. റാൻഡം സ്ക്രോളിംഗ്, യൂസ്ലെസ് കോണ്ടൻറ്റ്സ്, ലേറ്റ് നൈറ്റ് ഡോപാമിൻ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഫോൺ റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആകാനുള്ള ഒരു സ്പേസ് ആകരുത്, അതൊരു ടൂൾ മാത്രമായിരിക്കണം. ബട്ട് ഇത് നിങ്ങൾക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും, നിങ്ങൾ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും, ഫോൺ എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും, ചില സമയങ്ങളിൽ ആൻസൈറ്റി പോലെ നിങ്ങളിൽ ഫീൽ ചെയ്യും. ബട്ട് ഇത് നിങ്ങളുടെ ബ്രെയിൻ റീസെറ്റ് ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ലഭിക്കും. ആ ഒരു സമയത്ത് ഈ 3 കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളിരിക്കുന്ന സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യുക, ഒരു ബുക്കിൽ നിങ്ങളുടെ തോട്ട്സിനെ എഴുതുക, അടുത്ത 2 ദിവസത്തേക്കുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഇതിന് ഫാൻസി ആപ്പോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൂട്ടീനോ ഒന്നും ആവശ്യമില്ല. കെയോസിൽ നിന്ന് ക്ലാരിറ്റിയിലേക്ക് മൂവ് ആവുക. ഇതാണ് ഡേ 1. ഫ്രണ്ട്സിന് നിങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ബട്ട് ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ്, അഡിക്ഷൻസ്, ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ലൈഫിൽ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നാൽ ഇവിടെ നിങ്ങളെ ഡെയിലി പുഷ് ചെയ്ത് നിങ്ങളിൽ കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ ഇതൊക്കെ ഉറപ്പുവരുത്താനായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ദിവസേന നിങ്ങൾക്ക് ലഭ്യമായിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ഓവറോൾ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ്ങും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ലൈഫിൽ നല്ലൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക, നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഡേ 2, ഇവിടെ മുതലാണ് മാറ്റം ആരംഭിക്കുന്നത്. ഇന്ന് നിങ്ങൾ ചിന്തിക്കുകയല്ല, ഇന്ന് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം. ഒരൊറ്റ മെയിൻ ഗോൾ ചൂസ് ചെയ്യുക. അതൊരു പക്ഷേ സ്റ്റഡി ആയിരിക്കാം, വർക്കൗട്ട് ആയിരിക്കാം, ഒരു സ്കില്ല് ബിൽഡ് ചെയ്യുന്നതായിരിക്കാം, കോണ്ടൻറ്റ് എഴുതുന്നതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഏതാണ് ഇമ്പോർട്ടൻറ്റ് അത് ചൂസ് ചെയ്യുക. ശേഷം ഡീപ്ലി അതിൽ വർക്ക് ചെയ്യുക. നോ മൾട്ടി ടാസ്കിങ്, നോ സ്വിച്ചിങ്, നോ റാൻഡം സ്ക്രോളിംഗ്, ജസ്റ്റ് ഡീപ്പ് ഫോക്കസ്. ഇവിടെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനല്ല ട്രൈ ചെയ്യുന്നത്, നേരെ മറിച്ച് നിങ്ങളെ കൊണ്ട് മൂവ് ആകാൻ സാധിക്കുമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രൂവ് ചെയ്യുന്നു. കാരണം കോൺഫിഡൻസ് വന്നതിന് ശേഷമല്ല നിങ്ങൾ ആക്ഷൻ എടുക്കുക, ആക്ഷൻ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളിൽ കോൺഫിഡൻസ് വരൂ. ഡേ 2 കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളിൽ ഒരു പ്രൗഡ് ഫീൽ ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു എന്നുള്ള ഈ ഒരു പ്രൈഡ് നിങ്ങളിൽ ഫീൽ ചെയ്യും. ഡേ 3, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ദിവസം നിങ്ങളുടെ പഴയ വേർഷനെ പോലെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തണം. സോ ഈ ചോദ്യം നിങ്ങളോടൊന്ന് ചോദിക്കുക, ഇന്നെൻ്റെ ബെസ്റ്റ് വേർഷൻ എന്തായിരിക്കും ചെയ്യുക എന്ന്. അതിനുശേഷം എക്സാക്ട്ലി അതുപോലെ ആക്ട് ചെയ്യുക. ഫേക്ക് ആയാലും ഫോഴ്സ്ഡ് ആയാലും നിങ്ങളത് ചെയ്യുക. കാരണം ഐഡൻറ്റിറ്റി എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല, അത് നമ്മളുടെ ആക്ഷൻസിലൂടെ നമുക്കിവിടെ ബിൽഡ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. സോ ടൈമിന് എണീക്കുക, വർക്കെല്ലാം പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുക. ഇങ്ങനെ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി താനെ ഷിഫ്റ്റ് ആകും. ബട്ട് ഫ്രണ്ട്സ്, ഈ 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ മുഴുവനായിട്ടും ഫിക്സ് ആക്കാൻ സാധിക്കില്ല.
ബട്ട് ഈ 3 ദിവസം നിങ്ങളെടുക്കുന്ന ആക്ഷൻസ് നിങ്ങളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ ലേസി അല്ല, കൺഫ്യൂസ്ഡ് അല്ല എന്ന് നിങ്ങളെ കാണിക്കും. ഫ്രണ്ട്സ്, ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം എന്താണെന്നാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ല, അത് മാത്രമാണ്. കൺസിസ്റ്റൻസി എന്നുള്ളത് നമുക്ക് ഇൻബോണായിട്ട് കിട്ടുന്ന ഒരു ടാലൻ്റ് ഒന്നുമല്ല, അതൊരു സ്കില്ലാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ ബിൽഡ് ചെയ്യണം. സോ ഇതാണ് നിങ്ങളുടെ ചാലഞ്ച്. നെക്സ്റ്റ് 3 days വെയിറ്റ് ചെയ്യാതെ, ഓവർ തിങ്കിങ് ചെയ്യാതെ ഈ 3 സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്യുക. Day 1 ഡിസ്ട്രാക്ഷൻസിനെ റിമൂവ് ചെയ്യുക. Day 2 ആക്ഷൻസ് എടുക്കുക. Day 3 നിങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണെ പോലെ ആക്ട് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഈ 3 ദിവസം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് അതിനുശേഷം താഴെ വന്ന് ഡൺ എന്ന് കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ എത്ര പേർക്ക് ഈ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.